നമസ്കാരം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ മകളെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന ആവശ്യം. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷം. CPM ജനറൽ സെക്രട്ടറിയാകാൻ അർഹതയുള്ള നേതാവാണ് MA ബേബി എന്ന G. സുധാകരൻ. അദ്ദേഹം ഏറ്റവും സീനിയറായ നേതാവാണ്, പാർട്ടിയെ മുന്നോട്ട് നയിക്കും എന്നതിൽ സംശയമില്ലെന്നും G. സുധാകരൻ. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി. കഞ്ഞിക്കുഴിയിലെ കർഷകർ കൃഷി ചെയ്ത കണിവെള്ളരിയുടെ വിളവെടുപ്പ് തുടങ്ങി. മാസപ്പടി കേസിൽ മകളെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന ആവശ്യം. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മുനിസിപ്പൽ ടൗൺഹാളിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് കളക്ടറേറ്റ് ജംഗ്ഷന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. ചാണ്ടി ഉമ്മൻ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റിനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയമായി ഞങ്ങൾ പറയുന്നതല്ല. രാഷ്ട്രീയമായി നിങ്ങൾക്കറിയാം എന്തൊക്കെ പറഞ്ഞു. ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്നും തെളിയിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഈ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ പറയുന്നതല്ല. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വളരെ സീരിയസ് ആയിട്ടുള്ള ആരോപണം പറയുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? സീസന്റെ ഭാര്യ എന്ന് പറഞ്ഞ് നമുക്ക് നടന്ന് ഓർമ്മയുണ്ടല്ലോ. സീസന്റെ ഭാര്യ എപ്പോഴും സസ്പീഷൻ എബോവ് ആയിരിക്കണം. സീസന്റെ മോളും സസ്പീഷൻ എബോവ് ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഡോക്ടർ MP പ്രവീൺ അധ്യക്ഷനായി. റഹീം വെറ്റക്കാരൻ, അജയ് ജുവൽ കുര്യാക്കോസ്, മീനു സജീവ്, AD തോമസ്, അജിമോൻ കണ്ടല്ലൂർ, ഗംഗാശങ്കർ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ഇതിനിടെ പോലീസ് ലാത്തി വീശി. ഏതാനും പ്രവർത്തകർക്ക് ലാത്തിയടിയേറ്റു. പിന്നീട് മുദ്രാവാക്യം മുഴക്കി വെള്ളക്കിണർ ജംഗ്ഷനിലേക്ക് നീങ്ങിയ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. പിന്നീട് വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. CPM ജനറൽ സെക്രട്ടറിയാകാൻ അർഹതയുള്ള നേതാവാണ് MA ബേബി എന്ന് G. സുധാകരൻ. അദ്ദേഹം ഏറ്റവും സീനിയറായ നേതാവാണ്, പാർട്ടിയെ മുന്നോട്ട് നയിക്കും എന്നതിൽ സംശയമില്ലെന്നും G. സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു. അദ്ദേഹത്തിന് അർഹതയുള്ള പോസ്റ്റാണത്. അർഹതയുള്ള ആളെ പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്തു. പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്നുള്ള ഉത്തമമായ പ്രതീക്ഷയിലാണ് എടുത്തിട്ടുള്ളത്. അത് സാക്ഷാത്കരിപ്പിക്കാനുള്ള കഴിവ് ബേബിക്കുണ്ട്. അങ്ങനെ സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്നായി വരുന്നത് അത് കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ KSYF എന്ന യുവജന സംഘ ഡിവൈഎഫ് കിടന്നുണ്ട്. അതിൻ്റെ ഞാൻ കൊല്ലത്താണ്. കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് സാംബശിവനാണ് ഗാന്ധിയൻ. ഞാൻ SFIയുടെ ജില്ലാ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കാൻ ഞാൻ KSYF ജില്ലാ സെക്രട്ടറി കൂടിയാണ്. നമ്മൾ ഒരുമിച്ച് പ്രസംഗിക്കാൻ പോയി. ബേബിയുടെ നേതൃത്വത്തിൽ കുറച്ചധികം കുട്ടികൾ SFIയുടെ ഈ സുപ്രഭാതങ്ങളിൽ. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കഞ്ഞിക്കുഴിയിലെ കർഷകർ കൃഷി ചെയ്ത കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടന്നു. കർഷകനായ VP സുനിൽ 5 ഏക്കർ പാടശേഖരത്ത് കൃഷി ചെയ്ത കണിവെള്ളരിയാണ് ആദ്യം വിളവെടുത്തത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ, കർഷക സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴിയുടെ അഭിമാനമായ സുനിലും രോഷ്ണിയും മുൻ ജനപ്രതിനിധികളായിരുന്നു. ഇപ്പോൾ കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷു കണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 2.5 ഏക്കറിൽ വെള്ളരി ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് പച്ചക്കറികളും വളരെ നന്നായി ചെയ്തു വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുകയാണ്. രണ്ടുപേരും ചേർന്ന് കുട്ടികളുണ്ട്, അവർക്കായതൊന്നും അവരും ചെയ്യുന്നുണ്ട്. കഞ്ഞിക്കുഴിക്ക് ഏറെ അഭിമാനം തന്നെയാണ്. ഈ വിളവെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുന്നു. മലയാളിയെ സംബന്ധിച്ച് വിഷു ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉത്സവമാണ്. അതിന് കണിവെള്ളരിയാണ് ഏറ്റവും പ്രധാനം.
അതോടൊപ്പം പച്ചക്കറികളും ഉണ്ട്. അപ്പോൾ എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 10,000 കിലോ കണിവെള്ളരിയാണ് സുനിൽ ഇത്തവണ കൃഷി ഇറക്കിയത്. ഒരു ചുവട്ടിൽ നിന്ന് 3 കിലോഗ്രാമോളം കണിവെള്ളരിയാണ് സുനിലിന് ലഭിച്ചത്. സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള കണിവെള്ളരിക്ക് ആവശ്യക്കാർ ഏറെയാണെന്ന് സുനിൽ പറയുന്നു. വലിപ്പം കുറവും കളർ ഏറെയുള്ളതുമായ ഇനത്തിലുള്ള വെള്ളരിയാണ് ഇത്തവണ കൃഷി ചെയ്തത്. 3000 കിലോ വെള്ളരി ബാംഗ്ലൂർ മലയാളികൾക്കായി അയച്ചു കൊടുത്തു. വരും ദിവസങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത നിരവധി സംഘടനകൾക്കും സ്വാശ്രയ പ്രസ്ഥാനങ്ങൾക്കും കണിവെള്ളരി നൽകുന്നുണ്ട്. പ്രാദേശിക മാർക്കറ്റിലും നേരിട്ടും വെള്ളരി വിൽപ്പന നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷകൻ. കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ജയന്തി മഹോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുന്ദര ശ്രീരാമ വീരശില്പം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ഹനുമാന് ബ്രഹ്മചര്യം ഉപദേശിക്കുന്നത് സീതയാണ്. അത് കേട്ട ശേഷം കിരീടവും ആഭരണങ്ങളും ഉപേക്ഷിച്ച് ധ്യാനത്തിന് തയ്യാറാവുന്നതാണ് ശില്പത്തിന്റെ ഇതിവൃത്തം. ഉത്സവത്തിന്റെ ഭാഗമായി സമീപ പ്രദേശങ്ങളിലെ ചുവരുകളിൽ ചിത്രങ്ങൾ വരച്ച പെയിന്റിംഗ് കലാകാരന്മാരായ രഘുനാഥ് VR, മുഹമ്മദ് ഹുസൈൻ, ഉദയൻ, ബിജു വിജയൻ, മുരളി വർണിമ, വിൻസെന്റ് ജോസഫ് കൂടാതെ സുന്ദര ശ്രീരാമ വീരശില്പത്തിന്റെ ശില്പികളായ സോംജിത്ത്, വിഷ്ണു, റോയ്മോൻ, അഖിൽ എന്നിവരെയും ദേവസ്വം ആദരിച്ചു. ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര കലവൂർ ജംഗ്ഷനിൽ നിന്ന് വിവിധ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. മന്ത്രി പി പ്രസാദിന്റെ ചേർത്തലയിലെ വസതിയിൽ കൃഷി ചെയ്ത കൂൺ കൃഷി വിളവെടുപ്പ് നടന്നു. മന്ത്രി പി പ്രസാദും കുടുംബ അംഗങ്ങളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ ചേർത്തലയിലെ വസതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിൽ ചിപ്പിക്കൂണിലെ 4 ഇനങ്ങളും പാൽക്കൂണിലെ 3 ഇനങ്ങളുമാണ് കൃഷി ചെയ്തത്. എല്ലാത്തിലും 100 മേനി വിളവ് ലഭിച്ചു. സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി സ്വർണ്ണ നിറത്തിലെ കൂൺ, പിങ്ക് നിറത്തിലെ കൂണും മന്ത്രിയുടെ നേതൃത്വത്തിൽ വീട്ടിൽ കൃഷി ചെയ്തു. ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് കൂൺ കൃഷി എന്നത്. ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന നല്ല ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന കൃഷിയുമാണ് കൂൺ കൃഷി. വിവിധങ്ങളായ ഇനങ്ങൾ ഇന്ന് കേരളത്തിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. 2000-ലധികം വെറൈറ്റികൾ ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. ഇവിടെ ഞങ്ങൾ ഇന്നൊരു പുതിയ ഇനം അതിൻ്റെ വിളവെടുപ്പായിരുന്നു. അത് പിങ്ക് കളറുള്ളതാണ്. ഈ കൂൺ അധികമാരും നമ്മുടെ നാട്ടിൽ അങ്ങനെ കൃഷി ചെയ്തിട്ടില്ലാത്ത ഒരു ഇനമാണ്. കൂടുതലായി മറ്റ് വെള്ള ഇനങ്ങളെക്കാളെല്ലാം കൂടുതലായി പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഗുണമേന്മ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കൂണിനമാണ് ഈ പിങ്ക് കളറിൽ നിങ്ങൾ കാണുന്ന ഈ കൂണിനം. അത്രമേൽ ഗുണമേന്മ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വിലയിൽ ലഭ്യമാകുന്ന ഒന്നാണ് ഇത്. അതുകൊണ്ട് കൂൺ കൃഷി ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന ഒന്നും 100% നമുക്ക് വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ചെടുക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒന്ന് എന്നുള്ള പ്രത്യേകതയും കൂണിനുണ്ട്. ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കൂണിനെ ലോകം തന്നെ അംഗീകരിച്ചിരിക്കുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള കൂൺ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അതിനാൽ തന്നെ ഇതിന് ആവശ്യക്കാർ കൂടുതലാണ്. ആദ്യ വിളവെടുപ്പിൽ തന്നെ 10 കിലോയ്ക്ക് മുകളിൽ വിളവ് ലഭിച്ചു. മന്ത്രി പി പ്രസാദ്, ഭാര്യ ലൈന പ്രസാദ്, മകൻ ഭഗത്, മകൾ അരുണ അൽമിത്ര, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, MC സിദ്ധാർത്ഥൻ, CA അരുൺകുമാർ, ലളിതാംബിക നടേശൻ, കൃഷിക്ക് നേതൃത്വം നൽകുന്ന ആദം ഷംസുദ്ദീൻ, രാഹുൽ ഗോവിന്ദ്, ശ്രീകാന്ത് എന്നിവരും വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷൻ, ജില്ലാ റെഡ് ക്രോസ് സൊസൈറ്റി എന്നിവ സംയുക്തമായി ആരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാതല ഉദ്ഘാടനം ആലപ്പുഴയിൽ മുൻ മന്ത്രി G സുധാകരൻ നിർവഹിച്ചു. സ്വകാര്യ മേഖലയിൽ ആശുപത്രി വ്യവസായം ശക്തിയാർജിക്കുന്നുവെന്ന് മുൻ മന്ത്രി G സുധാകരൻ പറഞ്ഞു. വ്യവസായികൾ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നില്ല. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നേരായ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വലുതായിട്ട് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അവരെ പറയാനുള്ള താല്പര്യത്തിലും പുറകോട്ട് വലിക്കാതിരിക്കാനുള്ള പരിശ്രമം നടത്തും. നിങ്ങളുടെ കൂടി ആവശ്യമാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എല്ലാം കേൾക്കാനുണ്ടാകും. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കുറ്റപ്പെടുത്തലേ അല്ല, എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ്. ഒരു തരത്തിലുള്ള വൈകാരിക ഒരാളവർക്ക് ഞാൻ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് ഒന്നുമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തീരെ കുറവ്. ഈ കേരളത്തിൽ ഏറ്റവും കുറവ്. ആലപ്പുഴയുടെ ആരോഗ്യ സംഘടന പേര് വെച്ചല്ലോ. ആലപ്പുഴ ആരോഗ്യമൊക്കെ നല്ലതല്ല. മെഡിക്കൽ കോളേജ്
അത് പറഞ്ഞാൽ വീണാ ജോർജിനെ പറഞ്ഞാൽ ദയവായി എഴുതുന്നില്ല. വീണാ ജോർജ് അല്ല മെഡിക്കൽ കോളേജ്, അതിന് മുമ്പോട്ട് മെഡിക്കൽ കോളേജ് ഉണ്ട്. അവർ 5 വർഷത്തെ കൊണ്ട് മന്ത്രിയാണ്. അടുത്ത തവണ രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് കാര്യങ്ങളുണ്ട്, പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിലെ ഒരാളാണ്. അവിടെ ഒരു കുഞ്ഞ് വന്നുകൊണ്ട് കുറച്ചു കാലമായിരുന്നു, 1 വർഷം ആയില്ല, അസുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ കടന്നു 2 മാസം മുമ്പ് എന്നെ വിളിച്ചു. ഞാൻ പോയി. ഇവർ ചെറിയ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തത്, പൈസ ഒന്നുമില്ല. ഒരുവിധം ഭേദമായി പോയി. വീണ്ടും വന്നു. അന്ന് കിടന്നപ്പോൾ അതിൻ്റെ ഏതോ ഒരു പരിശോധന ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കണം. അത് ഇവിടെ അയക്കാതെ ഡൽഹിക്ക് അയച്ചു. ഡൽഹിയിൽ സൗകര്യമില്ല, പൈസ 4000 കൊടുക്കണമല്ലേ. IMA സംസ്ഥാന പ്രസിഡന്റ് ആർ മദനമോഹൻ നായർ അധ്യക്ഷത വഹിച്ചു. IMA ആലപ്പുഴ ബ്രാഞ്ച് മുൻ പ്രസിഡന്റ് ഡോക്ടർ മനീഷ് നായർ ആരോഗ്യ സന്ദേശം നൽകി. കാലങ്ങളായി ഗതാഗതം തടസ്സമായി കിടന്ന അയ്യപ്പഞ്ചേരി പുത്തനങ്ങാടി റോഡ് നിർമ്മാണത്തിന് തുടക്കം. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ പുരോഗതിക്ക് പരമാവധി തുക കണ്ടെത്തി പൊതുജനങ്ങളെ ചേർത്ത് നിർത്തി വികസനം സാധ്യമാക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യമെന്നും അത് ചേർത്തല മണ്ഡലത്തിൽ എല്ലായിടത്തും എന്നുള്ളതുപോലെ കഞ്ഞിക്കുഴിയിലും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ റോഡിന്റെ കാര്യം ഇവിടെ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞു. ഇതിനാവശ്യമായ തുക ഈ റോഡിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഉണ്ടായിരുന്നു. ആ 2 ഭാഗത്തിനുള്ള തുക അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പുറത്തും ഉടൻ തന്നെ തുടങ്ങാൻ കഴിയും. ചില കാര്യങ്ങൾക്കെല്ലാം വരുന്നത് താമസങ്ങളിലും ഉണ്ട്. അത് ചില ബുദ്ധിമുട്ടുകളാണ് ചിലപ്പോൾ നമുക്ക് വരുന്നത്. നമ്മളൊക്കെ ഇത് അനുവദിച്ച് കഴിയുമ്പോഴും സമയത്ത് തുടങ്ങുക, നടപ്പിലാക്കുക എന്നുള്ളതെല്ലാം ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെ വരുന്ന ചില തടസ്സങ്ങളുമെല്ലാം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും നമുക്ക് ഇച്ചിരി തടസ്സങ്ങളെല്ലാം നേരിട്ടത്. പിന്നെ പണം അനുവദിച്ചു നിശ്ചയിച്ചതിന് ശേഷവും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം വന്നതിൻ്റെ ഭാഗമായി കൂടി ഈ ചില പ്രതിസന്ധികൾ വീണ്ടും ഉണ്ടാകുന്ന തരത്തിലേക്ക്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഔപചാരികമായ ഒരു തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഇതിൻ്റെ നിർമ്മാണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. വാർഡ് വികസന സമിതി സംഘടിപ്പിച്ച ഉദ്ഘാടന പരിപാടിയിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. പട്ടയ വിതരണം സുഗമമാക്കുന്നതിനായി ചേർത്തലയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചുകൂട്ടി. നഗരസഭാ ടൗൺ ഹാളിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആ പ്രശ്നം സമയബന്ധിതമായി പരിഹരിക്കുന്നതിനുള്ള സംവിധാനമാണ്. ഇപ്പോൾ ഓരോ വില്ലേജിൻ്റെയും അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും ഉൾപ്പെടെ ചെയ്യുന്ന അതാതിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് വന്നിരുന്നത്. ഇത്രയും ഓരോന്നോർക്ക് എടുത്ത് പരിഹരിക്കാൻ കഴിയുന്നതിൻ്റെ പട്ടയ അസംബ്ലി മാറാൻ കഴിയും. ഇതിൻ്റെ തുടർച്ചയായിട്ടെങ്കിലും ഇന്ന് തീയതി നിശ്ചയിച്ചുകൊണ്ട് ഓരോ വില്ലേജും അതിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ എന്നാണ് ഇരിക്കുന്നതെന്നുള്ളത് തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശിക്കേണ്ടത് എങ്ങനെ ഇതിന് പരിഹാരം കാണാൻ കഴിയും. പട്ടയ അസംബ്ലിക്കകത്ത് നമ്മൾ തീരുമാനിക്കാൻ പറ്റുന്നത് ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ അസംബ്ലി കണ്ടെത്തുന്ന ഒരു നോഡൽ ഓഫീസർമാരെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. പട്ടയത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് അത് വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും വില്ലേജ് ഓഫീസർ കൺവീനറും ആകും. കടക്കരപ്പള്ളി, പട്ടണക്കാട്, ചേർത്തല തെക്ക്, വയലാർ, കഞ്ഞിക്കുഴി തുടങ്ങിയ പഞ്ചായത്തിലെ പ്രസിഡന്റ്മാർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. യുവതലമുറയെ വൈജ്ഞാനിക രംഗത്തും തൊഴിൽ രംഗത്തും നന്നായി രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ശൈശവകാലം മുതലേ രക്ഷിതാക്കളുടെ നിതാന്ത ശ്രദ്ധ അനിവാര്യമാണെന്ന് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു. മനീഷ മിഷന്റെ പ്രവർത്തനം വൈക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ജില്ലയിലെ ഗ്രാമം, ഓരോ ഗ്രാമത്തിലും ജനസംഖ്യ, അവിടെ ഏത് മതക്കാരാണ് പക്ഷേ ജാതികൾക്ക് പക്ഷേ സേവന പ്രശ്നമാവാറുണ്ടോ ഇതറിയാത്ത നമുക്ക് അവർക്ക് പറ്റില്ല. അപ്പോൾ ഈ കമ്പനി ജനാധിപത്യ പ്രവർത്തിക്ക് ഉണ്ടാക്കണം. അതിന് വളരെ ശ്രദ്ധേയമായി നമുക്ക് ശ്രദ്ധിച്ചിരിക്കണം. അതിന് കുട്ടിക്ക് ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടികളുടെ യാത്ര ചെയ്യണം. കുട്ടി ഇങ്ങനെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ 2 കിലോമീറ്റർ സ്കൂട്ടർ വരുന്നു, അത് കഴിഞ്ഞ് 3 കിലോമീറ്റർ ഓട്ടോറിക്ഷ വരുന്നു, 4 കിലോമീറ്റർ കാർ വരുന്നു, 8 കിലോമീറ്റർ ലോറി വരുന്നു, 22 കിലോമീറ്റർ കണ്ടെയ്നർ ലോറി വരുന്നു. കുട്ടി ഇങ്ങനെ പഠിക്കും. ലഹരിക്കടി
അടിമപ്പെടുന്ന യുവാക്കൾ സ്വയം നശിക്കുകയും കുടുംബാന്തരീക്ഷം തകർക്കുകയും ചെയ്യും. സമൂഹം ഇത് ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. മനീഷ മിഷൻ ചെയർമാൻ മോഹൻ ഡി ബാബു അധ്യക്ഷത വഹിച്ചു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അന്തർദേശീയ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഹരീഷ് രാമനാഥൻ, ഡോക്ടർ PK ദിലീപ്, TV ഉദയഭാനു, ഷഡാനന്ദൻ നായർ, ഹരികൃഷ്ണൻ, നാഗേഷ് ബാബു, KV അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. വൈക്കം ചെമ്മനത്തുകര കടവിൽ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് വടംവലി മത്സരം സംഘടിപ്പിച്ചു. ചെമ്മനത്തുകര SNDP മൈതാനിയിൽ നടന്ന മത്സരത്തിൽ 16ഓളം ടീമുകൾ പങ്കെടുത്തു. ഷൈമോൻ വഴപ്പറമ്പ്, ഷൈജു രേവതി ഭവൻ, പ്രകാശ് സ്റ്റോഴ്സ് ചെമ്മനത്തുകര, TR രമേശൻ തിരുവരി, ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് TV പുരം, സന്ദീപ് RR ടൈൽസ് അരയങ്കാവ്. ചെമ്മനത്തുകര SNDP മൈതാനിയിൽ നടന്ന വടംവലി മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖരായ 16ഓളം ടീമുകൾ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ഗുരുവായൂർ വിജയികളായി. വിജയികൾക്ക് 20,000 രൂപയുടെ ക്യാഷ് പ്രൈസും ക്ലബിന്റെ ട്രോഫിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിജു കൈമാറി. വാർഡ് മെമ്പർമാരായ സിനി ഷാജി, KT ജോസഫ്, ദീപ ബിജു, G വിനോദ്, മധു പാട്ടത്തിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് അനൂപ് കുമാർ, സെക്രട്ടറി ബിനു ഭാസ്കരൻ, മുരളി മുണ്ടിച്ചിറ, ബ്രിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ സൗഹൃദമാണ്. അപ്പം എറണാകുളത്ത് വരുമ്പോൾ അവിടെ ഉണ്ടാവും, ഇവിടെ വരുമ്പോൾ ഇവിടേക്ക് കാണും. ഞാൻ ഇവിടുത്തെ ഈ അടുത്ത പ്രാന്തപ്രദേശങ്ങളിലൊക്കെ സാധാരണ ഞങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ പറഞ്ഞത് ഈ ഒരു കൂട്ടായ്മ നിങ്ങൾ നിലനിർത്തുക, എല്ലാ കാലവും ഇതിൻ്റെ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുക. IBA എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ബ്രോക്കേഴ്സ് വെൽഫെയർ അസോസിയേഷനാണ്. ഇത് കേരളത്തിൻ്റെ 14 ജില്ലകളിലും രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ജില്ലാ സമ്മേളനം നടക്കുന്നു. ഏപ്രിൽ 26-ാം തീയതി നമ്മുടെ സംസ്ഥാന സമ്മേളനം കോട്ടയ്ക്കൽ OPS പാലസിൽ വെച്ച് നടക്കുന്നു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രതീഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ദിലീപ് മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് സാബു വർഗീസ്, ട്രഷറർ സാബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാസപ്പടി കേസിൽ മകളെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന ആവശ്യം. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷം. CPM ജനറൽ സെക്രട്ടറിയാകാൻ അർഹതയുള്ള നേതാവാണ് MA ബേബി എന്ന G സുധാകരൻ. അദ്ദേഹം ഏറ്റവും സീനിയറായ നേതാവാണ്, പാർട്ടിയെ മുന്നോട്ട് നയിക്കും എന്നതിൽ സംശയമില്ലെന്നും G സുധാകരൻ. വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി. കഞ്ഞിക്കുഴിയിലെ കർഷകർ കൃഷി ചെയ്ത കണിവെള്ളരിയുടെ വിളവെടുപ്പ് തുടങ്ങി. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.